Hello everyone, welcome to G-Pod CUT. It's me, Nafi. എല്ലാവർക്കും മക്കളെ G-Podന്റെ CUT ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ മക്കളെ, നമ്മുടെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് പഠിച്ച CUT-യുടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ മുന്നിൽ കിടക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ വന്നിട്ടുള്ളത്. വെൽക്കം ടു G-Pod, it's me, Nafi. ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. മക്കളെ, നിങ്ങൾക്കറിയാം CUT എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആണ്. അതായത് ഇന്ത്യയിലുള്ള വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കും ഇന്ത്യയിലെ ടോപ്പ് ലെവൽ കോളേജിലേക്കും ഒക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സഹായിക്കുന്ന ഒരു എൻട്രൻസ് എക്സാം ആണ് CUT എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ കോഴ്സ്, ഒരു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥി നിലക്ക് നിങ്ങൾക്ക് എന്തൊക്കെ കോഴ്സ് എടുക്കാൻ പറ്റും? പൊളിറ്റിക്കൽ സയൻസ്, BA ഹിസ്റ്ററി, എക്കണോമിക്സ്, BA സോഷ്യോളജി, BA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അങ്ങനത്തെ ഒരുപാട് കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളൊക്കെ എടുത്ത് നിങ്ങൾക്ക് IAS, IPS, IFS പോലെയുള്ള സിവിൽ സർവീസിലേക്ക് പോകാം, അല്ലെങ്കിൽ ആർമിയിലേക്ക് പോകാം, ബാങ്കിങ് സെക്ടറിലേക്ക് പോകാം, അല്ലെങ്കിൽ PSC എഴുതി ആ വഴിക്ക് പോകാം. അങ്ങനത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. റെയിൽവേ അടക്കം പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു CUT എഴുതി നിങ്ങൾക്ക് എന്തൊക്കെ കോഴ്സ് എടുക്കാൻ പറ്റും നമുക്ക് നോക്കാം. ഒന്ന്, BA LLB, അതായത് നിങ്ങൾക്ക് അഡ്വക്കേറ്റ് ആവാൻ താല്പര്യമുണ്ടെങ്കിൽ CUT എഴുതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? LLBക്ക് അപ്ലൈ ചെയ്യാം. LLB കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വേറെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അഡ്വക്കേറ്റ്, ലീഗൽ അഡ്വൈസർ, കോർപ്പറേറ്റ് ലോയർ, ജഡ്ജ്, ലീഗൽ കൺസൾട്ടന്റ്, ഇത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് എന്തിലൂടെ കിട്ടും? നിങ്ങൾക്ക് BA LLB എടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? BA BSc സൈക്കോളജിയും അതിനുശേഷം MA സൈക്കോളജി നിങ്ങൾക്ക് എടുക്കാം. അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്, കൗൺസിലർ ഉണ്ട്, HR പ്രൊഫഷൻ ഉണ്ട്, സ്കൂൾ സൈക്കോളജിസ്റ്റ് ഉണ്ട്, റിസർച്ചർ ഉണ്ട്. ഇങ്ങനത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആരുടെ മുന്നിലുണ്ട്? നിങ്ങളുടെ മുന്നിലുണ്ട്. ഇനി നിങ്ങൾ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഒരു കോഴ്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കേട്ടോ. BA ജേർണലിസം എടുക്കാം, അല്ലെങ്കിൽ BJMC ഉണ്ട്, BMMC ഉണ്ട്. അതെടുത്താൽ നിങ്ങൾക്ക് ന്യൂസ് റിപ്പോർട്ടർ, ന്യൂസ് ആങ്കർ, ഡിജിറ്റൽ ജേർണലിസ്റ്റ്, കണ്ടന്റ് റൈറ്റർ, PR എക്സിക്യൂട്ടീവ്, സോഷ്യൽ മീഡിയ മാനേജർ, ഇത്രയും ജോബ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി നിങ്ങൾ BA ഇംഗ്ലീഷിന് ഹോണേഴ്സ് കോഴ്സ് ആണ് നിങ്ങൾ CUT എടുത്തിട്ട് എഴുതിയിട്ട് സെറ്റ് ആക്കുന്നതെങ്കിൽ, നിങ്ങൾ CUT എഴുതിയിട്ട് BA ഇംഗ്ലീഷ് എടുക്കുകയാണ്, നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്? ടീച്ചർ, പ്രൊഫസർ, എഡിറ്റർ, കണ്ടന്റ് റൈറ്റർ, കോപ്പി റൈറ്റർ, ട്രാൻസ്ലേറ്റർ, ഓതർ, ഇത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾ CUT-യിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ BA ഹോണേഴ്സ് എക്കണോമിക്സ് ആണ് പഠിക്കുന്നതെങ്കിൽ എക്കണോമിസ്റ്റ് ആവാം, ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആവാം, ബാങ്കിങ് സെക്ടറിലേക്ക് പോവാം, ഡാറ്റ റിസർച്ച് പോവാം, പോളിസി അനലിസ്റ്റ് ആവാം, ടീച്ചർ ആവാം. ഇത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ, ഹിസ്റ്ററി എടുത്ത് CUT വഴി നിങ്ങൾ പോവുകയാണെങ്കിൽ ടീച്ചർ ആവാൻ സാധിക്കും. ആർക്കിയോളജിസ്റ്റ്, മ്യൂസിയം കുറേറ്റർ, ഹിസ്റ്റോറിയൻ, ആർക്കീവിസ്റ്റ്, ഹെറിറ്റേജ് കൺസൾട്ടന്റ്, ടൂറിസം എക്സ്പേർട്ട്, ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾ ഇനി നിങ്ങൾക്ക് സ്കൂൾ ടീച്ചർ, കോളേജ് ടീച്ചർ, ലെക്ചറർ, അങ്ങനെ ടീച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ജോബും ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഇടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതായത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഇന്ത്യയുടെ ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റീസിലേക്കും ടോപ്പ് ലെവൽ കോളേജിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സഹായിക്കുന്ന എൻട്രൻസ് എക്സാം ആണ് CUT-യുടെ UG. അപ്പോൾ നിങ്ങൾ ഡിഗ്രി അല്ലെങ്കിൽ നിങ്ങളുടെ അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സ് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ ഇതിൽ ഏതെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ആളുകളുടെ സ്കില്ല് ഓട്ടോമാറ്റിക്കായിട്ട് നല്ല കൂടുതലായിരിക്കും. അവർക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഐഡിയ ഉണ്ടാവും. നല്ല രീതിയിൽ കാര്യങ്ങൾ സെറ്റാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കില്ല് അവിടെ മെച്ചപ്പെടും. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് ഐഡിയ ഉണ്ടാവും. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ആർക്കുണ്ട്? ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ആൾക്കുണ്ട്. അപ്പോൾ ഈ CUT എഴുതി ഈ കോഴ്സ് നിങ്ങൾ ഹിസ്റ്ററി ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും ഏതൊരു കോഴ്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഭാവിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ CUT വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന അടിപൊളി യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്? പൊളിറ്റിക്കൽ സയൻസ് ആണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ഉണ്ട്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഉണ്ട്, ജാമിയ മില്ലിയ ഇസ്ലാമിയ ഉണ്ട്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഉണ്ട്. ഹിസ്റ്ററി ആണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് അലഹാബാദ് ഉണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി ഉണ്ട്, ജാമിയ മില്ലിയ ഇസ്ലാമിയ ഉണ്ട്, വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ഉണ്ട്. എക്കണോമിക്സ് ആണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ഉണ്ട്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. ഇത് തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് അണ്ടറിൽ ഹ്യൂമാനിറ്റീസിന് മാത്രമായിട്ട് ഇഷ്ടം പോലെ കോളേജുകളുണ്ട് കേട്ടോ. ഹ്യൂമാനിറ്റീസ് പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് CUT എഴുതിയിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് അണ്ടറുള്ള ഒരുപാട് കോളേജ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഹിന്ദു കോളേജ്, മിറാൻഡ കോളേജ്, ലേഡി ശ്രീറാം കോളേജ് ഫോർ വിമൻ, സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ളൊരു കോളേജാണ് ഇത്. ലേഡി ശ്രീറാം കോളേജ്, ഹൻസ്രാജ് കോളേജ്, സെന്റ് സ്റ്റീഫൻസ്, ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ടോപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു കോളേജാണ് ഇത്, സെന്റ് സ്റ്റീഫൻസ്, കിത്തോറിമാൽ കോളേജ്, രാംജാസ് കോളേജ്, ഇങ്ങനത്തെ ഒരുപാട് കോളേജുകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ നിങ്ങൾ CUT എഴുതിയിട്ട് ഹിസ്റ്ററിയോ പൊളിറ്റിക്സോ സോഷ്യോളജിയോ ഒക്കെ പഠിച്ചിട്ട് നിങ്ങൾ ഇതിലെ ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ
ഭാവി തന്നെ മാറി മറിയും. അങ്ങനെ ഭാവി തന്നെ മാറ്റി മറിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? CUT പഠിക്കാൻ തയ്യാറാവണം. നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, CUTയുടെ മെയിൻ സിലബസ് എന്ന് പറഞ്ഞാൽ +2 ആണ്. +2 നിങ്ങൾ അരച്ച് കലക്കി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മികച്ചൊരു മാർക്ക് നേടാൻ പറ്റും. അങ്ങനെ CUT പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എജ്യൂപോർട്ട് CUT വിത്ത് +2 ബാച്ച് ഉണ്ട്. ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീസിലൊക്കെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കോഴ്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീസിലൂടെ ഈ ഒരു കോളേജിലൊക്കെ പഠിച്ചാൽ നിങ്ങളുടെ ഭാവി തന്നെ ഭദ്രമാകാൻ സാധിക്കും. അങ്ങനെ പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എജ്യൂപോർട്ട് CUT ബാച്ച് ഉണ്ട്. CUT ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് കമന്റ് ബോക്സിലെ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. CUT വഴി ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് ഒരുപാട് സ്കോപ്പ് ഉണ്ടെന്നുള്ള ഒരു കാര്യം മാക്സിമം ഫ്രണ്ട്സ് നിങ്ങൾ അറിയിക്കുക. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എജ്യൂപോർട്ട് CUT ബാച്ചിൽ ജോയിൻ ചെയ്താൽ അടിപൊളിയായിട്ട് CUT പഠിക്കാനും പറ്റും. ഈ കോളേജിലൊക്കെ ജോയിൻ ചെയ്യാനും സാധിക്കും. CUT ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിലെ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.